തലസ്ഥാനമടക്കം 7 ജില്ലകളിൽ ജനങ്ങൾ വിധി എഴുതുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 14.51% പോളിംഗ്. എന്തായാലും പോളിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കൊച്ചിയിലേക്കാണ് ഇനി പോകേണ്ടത്. അവിടെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ചിറ്റൂർ LP സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, എങ്ങനെയാണ് അവിടുത്തെ ഒരു പോളിംഗ് ഒക്കെ എങ്ങനെയാണ്? എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? പന്ത്രണ്ട് 31% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ KS രാധാകൃഷ്ണൻ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ചിറ്റൂർ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇറങ്ങിയതാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് എന്താണ് പ്രതികരണം? പോളിംഗ് നടക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു ശുഭലക്ഷണമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇക്കുറി കേരളം വികസനത്തിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മൊത്തത്തിൽ BJPക്ക് എങ്ങനെയായിരിക്കും വികസനം? BJP മാത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടയാണ്. വേറെ ആരും വികസനം പറഞ്ഞിട്ടില്ല. പലരും പെണ്ണ്, പൊന്ന് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ വികസനമാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ പോളിംഗ് കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ എത്രത്തോളം നമുക്ക് നന്നായിട്ട് പോളിംഗ് നടക്കും. കണക്കുകളൊക്കെ സൂചിപ്പിക്കുമ്പോൾ പിന്നെ ഇവിടെ പോലും നന്നായിട്ട് പോളിംഗ് നടക്കും. ഇത് 2 വാർഡുകളാണ്. അല്ല, ഇത് ഒറ്റ ഇതാണ്. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ വാർഡാണ്. ആ വാർഡ് 2 ആക്കി വെച്ചേക്കണമെന്ന് വെച്ചാൽ 3 പേര് വെച്ച് വോട്ട് ചെയ്യണ്ടേ? അതുകൊണ്ടാണ്. എന്തായാലും പോളിംഗ് BJPക്ക് ഒരു ശുഭലക്ഷണം തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഓരോ മുന്നണികളും ഈ ഒരു പോളിംഗ് ശതമാനം കൂടുന്നത് അവർക്കുള്ള ഒരു ശുഭലക്ഷണമായിട്ട് തന്നെയാണ് പറയുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 9% നിലവിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രമാണ് 12%. മറ്റിടങ്ങളിൽ വൈപ്പിന് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ 18% കഴിഞ്ഞിരിക്കുന്നു. രാവിലെ തിരക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ചിറ്റൂർ LP സ്കൂളിലാണ്. ഇവിടെ 10ഉം 7ഉം വാർഡുകൾ, ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10ഉം 7ഉം വാർഡുകളുടെ പോളിംഗ് സ്റ്റേഷനുകളാണ്. ഇവിടെ രാവിലെ തിരക്ക് നന്നേ കൂടുതലായിരുന്നു. പക്ഷേ ഒരു 10 മണിയോടനുബന്ധിച്ച് തന്നെ തിരക്ക് ഇത്തിരി കുറയുന്നുണ്ട്. കാരണം വെയിലുറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം വരാമെന്നുള്ളൊരു നിലപാടൊക്കെ തന്നെ എടുക്കും. പക്ഷേ ഈ പോളിംഗ് മന്ദഗതിയിലാകുന്നത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമാണ്. കഴിഞ്ഞ തവണ 62% രേഖപ്പെടുത്തിയത് കൊച്ചി കോർപ്പറേഷന് വലിയൊരു ബുദ്ധിമുട്ട് എല്ലാ മുന്നണികളും പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ പോളിംഗ് കൂട്ടി ഓരോ മുന്നണികളും കൊണ്ടുവരാനായിട്ട്, അതായത് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരെ വോട്ട് ഉറപ്പിക്കുവാനും വോട്ട് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഒരു മന്ദഗതിയിലേക്ക് പോളിംഗ് ശതമാനം പോകുന്നത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലും ഒക്കെ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 82 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 നഗരസഭകൾ, 1 ജില്ലാ പഞ്ചായത്ത്, 1 കോർപ്പറേഷൻ. മൊത്തത്തിൽ 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 7374 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. എല്ലായിടങ്ങളിലും കർക്കശമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ച് ഇവിടെയും ഹരിതചട്ടം പാലിച്ച് തന്നെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 14,000-ലധികം ജീവനക്കാരുടെ മേൽനോട്ടമുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിശ്ചിത അകലം പാലിച്ച് തന്നെയാണ്. എല്ലാവരും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അവർ അവരുടെ ക്യാൻവാസിങ്ങും നിശ്ചിത അകലം പാലിച്ചുകൊണ്ട്, പരിധി പാലിച്ചുകൊണ്ട് തന്നെ നിലനിർത്തുന്നുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഗരപ്രദേശങ്ങളിൽ വോട്ടിംഗ് നില കുറച്ച് മന്ദഗതിയിലാണ്. 12% മാത്രമാണ് കൊച്ചി കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ വാർഡ് തലങ്ങളിൽ മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ തന്നെ വലിയൊരു നിര ഉണ്ടായിരുന്നു. പക്ഷേ 10 മണിയോടുകൂടി ഒരു കുറച്ച് ആളുകളുടെ ഒരു കുറവ് ഉണ്ട്. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് കടന്നെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3 മുന്നണികളും കടുത്ത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം പശ്ചിമ കൊച്ചി മാത്രമല്ല, മറ്റ് ഡിവിഷനുകളിലും കൂടുതൽ വോട്ട് നേടാനായിട്ടും കൂടുതൽ സീറ്റുകൾ നേടാനായിട്ടും കൊച്ചി കോർപ്പറേഷനിൽ സാധിക്കുമെന്നാണ് BJP കരുതുന്നത്. UDF ആണെങ്കിൽ LDFിൽ നിന്ന് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ LDF ആണെങ്കിൽ ഇത്തവണയും കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാകുമെന്നുള്ളതാണ് അവരുടെ
ഒരു ആഗ്രഹം. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ഈ വോട്ട് ചെയ്യാനായിട്ട് വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു 9:20 എന്നുള്ള ഒരു സമയത്ത് രേഖപ്പെടുത്തിയ വോട്ടിംഗ് ശതമാനമാണ് 12.31. കൊച്ചി കോർപ്പറേഷനിൽ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലായിടത്തും 18% പിന്നിട്ടിരിക്കുന്നു. 20% കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാഖി, എന്തായാലും വോട്ടിംഗ് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പല ബൂത്തുകളിലും ഈ യന്ത്രത്തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലയിടത്ത് അത് പരിഹരിച്ചു, എന്നാൽ ഇപ്പോഴും പലയിടങ്ങളിലും യന്ത്രത്തകരാർ പരിഹരിച്ചിട്ടില്ല, പോളിംഗ് തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. വള്ളിക്കോട്, അതായത് പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്ത് 12-13 വാർഡുകളിൽ യന്ത്രത്തകരാറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് തുടങ്ങാനായിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയാകുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെയുള്ള വോട്ടർമാർ ഈ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. ഒപ്പം തന്നെ കൊല്ലം നീണ്ടകര സെന്റ് ആഗ്നസ് സ്കൂളിന് മുന്നിൽ തർക്കമുണ്ട് എന്നുള്ളത് കൂടി കൊല്ലത്ത് നിന്നൊരു അപ്ഡേറ്റായി ലഭിക്കുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM പ്രവർത്തകനും തമ്മിലാണ് തർക്കം. പോളിംഗ് ബൂത്തിന് 200 മീറ്റർ ചുറ്റളവിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പോലീസ് ഇടപെട്ട് ഇരുകൂട്ടരെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന അപ്ഡേറ്റ്. ഒപ്പം തന്നെ ഈ കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ 15.01% പോളിംഗ്. 2,46,191 പേർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്. നമുക്ക് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അവിടെ നിഷ തയ്യാറാണ്. നിഷ, ജില്ലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പലയിടങ്ങളിലും യന്ത്രത്തകരാർ, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ 7 ജില്ലകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ചില സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിഷ ഇപ്പോൾ എവിടെയാണ്? അവിടുത്തെ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? രാഖി, ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി സെൻറ് പോൾസ് കോളേജിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. ഇതുവരെ, അതായത് വോട്ടെടുപ്പിൻ്റെ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ജില്ലയിൽ ഏതാണ്ട് 8.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച ഒരു പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് കോവിഡ് സമയത്തായിരുന്നു കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് വളരെ കുറവ് പോളിംഗ് ശതമാനമായിരുന്നു. ഏതാണ്ട് 62% പോളിംഗ് മാത്രമായിരുന്നു അന്ന് ജില്ലയിലുണ്ടായത്. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികളെല്ലാം ഉള്ളത്. ഈ നഗരപ്രദേശങ്ങളിൽ സാധാരണ നഗരങ്ങളിൽ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു പതിവാണ് കണ്ടുവരുന്നത്. അതുപോലെ ആ രീതിയിൽ തന്നെയാണ് കൊച്ചിയിൽ ഇത്തവണയും വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെയൊക്കെ നല്ല പോളിംഗ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും, അതായത് പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാം. രാവിലെ തന്നെ എത്തി വോട്ടൊക്കെ രേഖപ്പെടുത്തി മടങ്ങി. പലർക്കും ജോലിക്കൊക്കെ പോകണം. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു രീതിയാണ് സാധാരണ നഗരങ്ങളിൽ. എന്തായാലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും തന്നെ നമ്മളിപ്പോൾ 4-5 പോളിംഗ് ബൂത്തുകളിൽ പോയി. ആ ബൂത്തുകളെല്ലാം തന്നെ നിലവിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. അല്പസമയം കഴിയുമ്പോൾ അത് കൂടും. എന്തായാലും ഗ്രാമങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കനത്ത പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയില്ല. രാവിലെ തന്നെ നല്ല രീതിയിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. നിഷ, പല നേതാക്കളും പറയുന്നുണ്ടായിരുന്നു, അത് പല മുന്നണികളുടെയും നേതാക്കൾ പറയുന്നുണ്ട്, ഈ മികച്ച പോളിംഗ് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത്. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണോ അവിടെയും ആളുകളുടെ പ്രതികരണമൊക്കെ? അങ്ങനെ തന്നെയാണ് രാഖി. കാരണം ഇത്തവണ 3 മുന്നണികളും പ്രമുഖരെയൊക്കെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ രാവിലെ പലരും വോട്ട് ചെയ്യാനെത്തി. അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവരും ഈ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന പതിവുള്ളവരാണ് ഈ രാവിലെ തന്നെ വന്നത്. ഇപ്പോൾ മന്ത്രി P. രാജീവ് കളമശ്ശേരി സെൻറ് പോൾസ് കോളേജിലേക്ക് വോട്ട് ചെയ്യാനായി എത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടൻ ദിലീപും മമ്മൂട്ടിയും അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നത്. രാവിലെ ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്തി. രഞ്ജി പണിക്കർ വോട്ട് ചെയ്തു. അങ്ങനെ പല ആളുകളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനും ഒപ്പം ജില്ലാ പഞ്ചായത്തും അടക്കം 111 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 111 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ 2220 വാർഡുകളിലേക്ക് മത്സരം നടക്കുന്നു. എന്തായാലും ഈ കൊച്ചി കോർപ്പറേഷനിലെ 76 ഡിവിഷനുകൾ, ഈ 76 ഡിവിഷനുകളിൽ ഇത്തവണ
25 ഡിവിഷനുകൾ ലക്ഷ്യമാക്കിയാണ് വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു NDA മുന്നോട്ട് പോയത്. ആ ഭരണം നിലവിൽ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. എറണാകുളം ജില്ലയിൽ UDF-നാണ് മേൽക്കൈയെങ്കിലും ഈ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. ആകെ LDF കോർപ്പറേഷൻ മാത്രമാണ്. ഈ കൊച്ചി കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ LDF-ഉം ഭരണം തിരിച്ചു പിടിക്കാൻ UDF-ഉം മത്സരിക്കുമ്പോൾ പ്രധാനമായ ഒരു ഇടപെടൽ നടത്താൻ, അതായത് ഈ 76 ഡിവിഷനുകളിൽ 25 എണ്ണത്തിലെങ്കിലും സുനിശ്ചിത വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് NDA മുന്നോട്ട് പോയത്. ആ രീതിയിലായിരുന്നു പ്രചരണമൊക്കെ തന്നെ നടന്നത്. പിന്നീട് മറ്റ് ഇടങ്ങളിലേക്ക് തൃപ്പൂണിത്തുറ നഗരസഭ, ആലി നഗരസഭ, തൃക്കാക്കര നഗരസഭ, ഇവിടെയൊക്കെ തന്നെ വ്യക്തമായ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഒക്കെ നടത്തിയത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏറ്റുമാനൂർ കാണക്കാരി ഗവൺമെന്റ് സ്കൂളിലെത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വികസനത്തിനായി BJPക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്യുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നടി ആക്രമിച്ച കേസ്. ആ കേസിൽ നമുക്കറിയാം ഇന്നലെ വന്ന വിധി നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയിരുന്നു. ദിലീപ് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് സുപ്രധാനമായ വാർത്ത. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സുപ്രധാനമായ സമഗ്രമായ കവറേജാണ് ജനം TV-യിലൂടെ പ്രേക്ഷകർ കാണുന്നത്. 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് എന്ന് തന്നെയാണ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും 14.5% സംസ്ഥാനത്ത് 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പലർക്കും ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിലൊക്കെ വരുന്നതിന് മുൻപ് വോട്ട് രേഖപ്പെടുത്തി പിന്നീട് തങ്ങളുടെ ജോലികളിലേക്ക് കടക്കാനാണ് പലരും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് ശശി തരൂർ MP ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തും. ഒപ്പം തന്നെ മന്ത്രി P. രാജീവ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പല പ്രമുഖരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കർട്ടൻ റേസറായിട്ട് കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൊട്ടിക്കലാശമാണ് എന്നുള്ളതാണ്. അവിടെ നാളെ നിശബ്ദ പ്രചാരണം, ഒപ്പം തന്നെ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. 13-ാം തീയതി നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അറിയാം. ആ ഒരു ആകാംക്ഷയിലാണ് ജനങ്ങൾ. എന്തായാലും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു. നമുക്ക് നിഷയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. നിഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കർട്ടൻ റേസറായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എന്തായാലും ജനങ്ങളെല്ലാം തന്നെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ്. പലരും അവിടെ എത്തി വോട്ട് ചെയ്തു കഴിഞ്ഞു. എന്തായാലും നമുക്കറിയാം സ്വർണ്ണ കവർച്ച, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇടത് വലത് മുന്നണികളെ ആശങ്കയിലാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ BJP മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് എറണാകുളത്തെ ഒരു സ്ഥിതിവിവരക്കണക്ക്? രാഷ്ട്രീയ വോട്ടെടുപ്പിന്റെ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഏകദേശം 8.5% പോളിംഗ് ആണ് എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലാണ്. ഇവിടെ മന്ത്രി P. രാജീവ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും കരുതുന്നുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. രാവിലെ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഗ്രാമപ്രദേശം. നിഷ വോട്ട് ചെയ്തോ? നിഷ, ഞാൻ വോട്ട് ചെയ്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. മന്ത്രി P. രാജീവ് പ്രതികരിക്കുകയാണ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നിഷയും പോയി വോട്ട് ചെയ്യുക. എന്തായാലും മന്ത്രി P. രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ പ്രതികരണത്തിലേക്ക്.
കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്താണ് ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ് കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ന് പകുതി കേരളം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ഭരണം വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പൊതുവെ ഈ പ്രചരണത്തിനിടയിൽ എല്ലായിടത്തും ബോധ്യപ്പെട്ടത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന, ഫണ്ട് നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരിക്കും കേരളം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഇതേപോലെയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാജ്യത്ത് അധികമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ അധികാരവും ഫണ്ടും നൽകിക്കൊണ്ട് മികച്ച രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ മേഖലയിലും മികവാർന്ന പ്രകടനവും രാജ്യത്ത് തന്നെ നല്ല അംഗീകാരം നേടാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു. ഇവിടെ കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ, ശുചിത്വ പരിപാലനം, അതേപോലെ തന്നെ നിരവധി ജനക്ഷേമ പദ്ധതികളെല്ലാം മുരളീധരൻ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. തിരുവനന്തപുരത്താണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് നമുക്കിപ്പം ചേരുന്നത്. ഇടുക്കിയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അത് എങ്ങനെ പുരോഗമിക്കുന്നു സുബിൻ? ഇടുക്കിയിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലാണ്. അതായത് വാഴത്തോപ്പ് ഉൾപ്പെടുന്ന, അതായത് പൈനാപ്പ് ഉൾപ്പെടുന്ന ഇടുക്കി ആസ്ഥാന മേഖലയിൽ മന്ദഗതിയിലാണ്. അതായത് ഈ പോളിംഗ് ബൂത്തുകളിലൊന്നും വലിയ തിരക്കുകളില്ല. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ രാവിലെ എത്തി വോട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം തോട്ടം മേഖലയിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് ഉണ്ട്. രാവിലെ ആളുകൾക്ക് ജോലിക്ക് പോകേണ്ടിരുന്നതിനാൽ ഈ തോട്ടം തൊഴിലാളികൾക്കുള്ള ആളുകളൊക്കെ രാവിലെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുവരെ 13.84% ഇടുക്കി ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 1,26,282 പേർ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ 14% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 16.15% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിലും ഈ ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യുന്നതിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നിലവിൽ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ, അതുപോലെ തന്നെ സിനിമാ താരം ആസിഫ് അലി, മന്ത്രി റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് ചെയർമാൻ പി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തികഞ്ഞൊരു ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും തന്നെയാണുള്ളത്. അതായത് സർക്കാരിന്റെ ഒരു ഭരണ വിലയിരുത്തലാവും ഉണ്ടാവുക എന്നുള്ളൊരു പ്രതികരണമാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഇടുക്കി ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, സമ്മതിദായകർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ നയിക്കാൻ യോഗ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണം, വോട്ടവകാശം പാഴാക്കരുത് എന്നുള്ളൊരു സന്ദേശവും മാർ ജോൺ നെല്ലിക്കുന്നേൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരോടും വോട്ട് ചെയ്യാനുള്ള ആഹ്വാനം നൽകുകയും മുന്നണികൾ ഉൾപ്പെടെ തികഞ്ഞ പ്രതീക്ഷയിലുമാണുള്ളത്. ഇടുക്കിയിൽ എന്തായാലും വോട്ടിംഗ് ആദ്യ മണിക്കൂറിൽ മന്ദഗതിയിലാണ് എന്നുള്ളതാണ് സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട്.